ഒരാൾ അയാളുടെ വികാരം സ്വയം തീർത്താൽ അവൻ ആരെ പോലെയാണ്? സ്വന്തം വികാരം സ്വന്തം തീർക്കുന്നവൻ ഇബ്ലീസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹറാമിൽ പ്രയോഗിച്ചാലും ഇബ്ലീസാണ്. മനസ്സിലായില്ലേ? ഒന്നും അവർക്ക് പറയടൂ. അവസ്ഥയോട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കണേ? അപ്പൊ അവൾക്ക് വികാരമുണ്ട്. വികാരം ഇല്ലാതെക്കൂലല്ലോ. വികാരമുണ്ട്, പക്ഷേ എങ്ങനെയില്ലേ ലൈവാലയും. അപ്പോൾ പിന്നെ അവൾ ഈ വികാരം എങ്ങനെ ശമിപ്പിക്കും? സ്വയം ടോയ്സ് ഇട്ടാനുണ്ട്. ഈ ദിവസം അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മയക്കുമരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കേട്ടപ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ചില കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവർ മിന്നൽ പരിശോധന നടത്തി. മയക്കുമരുന്ന് കിട്ടിയില്ല. ഏകദേശം കുട്ടികളുടെ ബാഗുകളിൽ നിന്ന് സെക്സ് ടോയ്സ് കിട്ടി. ഇതിനോട് ഈ മാസം ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരിയിൽ ഒരാൾ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്താ ഹറാം? ഈ കുട്ടികൾക്ക് എന്താ ആവശ്യമില്ല? എന്ത് ആവശ്യമില്ല? ഭർത്താവിന് ആവശ്യമില്ല. അപ്പൊ കാലം ആരെ കയ്യിൽ? ശൈത്താന്റെ കയ്യിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. أيما امرأة طلبت من زوجها الطلاق فعليها لعنة الله. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് തന്നെയുള്ളൂ 2-3 കുട്ടികൾ ഉണ്ടായിട്ട് ത്വലാഖ് ആവശ്യപ്പെട്ട് വാങ്ങിയത്. ഇക്കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട്. ഓള് ത്വലാഖ് കേൾക്കാണ് ഉസ്താദെ, ഇന്നത് വിട്ട് ഒഴിവാക്കി തന്നാളീ. ഏതെങ്കിലും ഒരു പെണ്ണ്, ഏത് പെണ്ണും ത്വലബത്ത്, ഹദീസ് എഴുതിയൊക്കെ മക്കളെ, ഏതു പെണ്ണും ത്വലബത്ത്, അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹാ, തന്റെ ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടു, ആ ത്വലാഖിനെ ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ, അവളുടെ മേൽ ഉണ്ടായിരിക്കുന്നതാണ് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. ഏതോ ഒരാൾ ഓളെ ശപിച്ചതല്ല. ആരാ ശപിച്ചത്? അല്ലാഹു തആല. എന്തായിക്കണ്ട് മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ പോനോ അബൂജഹലിനെ നിങ്ങൾ കേൾക്കുമ്പോ ലഅനത്തുല്ലാഹ്, അല്ലാഹ് ഓനെ ലഅനത്ത് ചെയ്യട്ടെ എന്ന് ഇജ്ജ് പറയാം അല്ലേ? പറയങ്ങായി ഇജിപ്പോ അബൂജഹലിന്റെ പേര് കേട്ടാ എന്ത് പറയും? ലഅനത്തുല്ലാഹി അലൈഹി, ഇജ്ജാണ് ലഅനത്ത് ചെയ്യണത്. മറ്റത് അള്ളാഹുവിനെ ലഅനത്തിന്. ഫഅലൈഹാ, അവളുടെ മേൽ, അവറാൻകുട്ടി ലഅനത്ത് ചെയ്യുന്നല്ല, ഫഅലൈഹാ, അവളെ മേലുണ്ടാവും. വീരാൻകുട്ടിയും മൂസാൻകുട്ടിയും ലഅനത്ത് ചെയ്യുന്നല്ല. പിന്നെന്താ ഉള്ളത്? ഫഅലൈഹാ അയ്യുമറാത്തിൻ, ഏത് പെണ്ണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ത്വലബത്ത്, ത്വലബത്ത്, അവൾ ആവശ്യപ്പെട്ടു, മിൻ സൗജിഹാ, തന്റെ ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ, ത്വലാഖിനെ ആവശ്യപ്പെട്ടാൽ ഫഅലൈഹാ ലഅനത്തുല്ലാഹ്, അവളുടെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവും. ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങൾ മൊഴി തന്നാളി, ഞാൻ പൊയ്ക്കോളാം. ആവശ്യപ്പെട്ട പോലുള്ള ഓൻ ചെല്ലട്ടെ ചെല്ലാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? ഇന്നിപ്പോ ത്വലാഖ് കൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറാണ്. പൈസ കൊടുത്ത് ത്വലാഖ് വന്ന ആനുകൂല്യം ഒന്നും ഉണ്ടാവില്ല. ആനുകൂല്യം ഒന്നും വേണ്ട, അവൾ ഇങ്ങോട്ട് കിട്ടിയാൽ മതി, പോവുക, ഞങ്ങൾ പോയിക്കോളാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? കാലം ശൈത്താന്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അവൾ ഒട്ടകത്തിന്റെ പൂഞ്ഞപ്പുറത്താണെങ്കിലും അവനെ വഴിപ്പെടണമെന്ന് മുഹമ്മദ് മുസ്തഫ. വലു അലത്തന്നൂർ, അവർ അടുപ്പിന്റെ ചൂളടുപ്പിൽ നിന്നിട്ട് അപ്പം ചുടുന്ന നേരത്താണ് ഓൻ വിളിച്ച് എങ്കിൽ ഓൻ്റെ കട്ടിലേക്ക് വിളിച്ച്. അതാണ് പറഞ്ഞതർത്ഥം. ആ ചൂളടുപ്പ് കത്തിജ്വലിക്കുന്ന ചൂളടുപ്പിൽ ഭാര്യ നിൽക്കുന്ന നേരത്ത് അപ്പം ചൂടാണ്. ചൂളടുപ്പിൽ ഒരാൾ വെറുതെ വെക്കൂലല്ലോ. വലു അലത്തന്നൂർ, അവൾ അടുപ്പിൽ നിൽക്കുകയാണ്. ആ നേരത്താണ് ഭർത്താവ് അവന്റെ കിടപ്പുമുറിയിലേക്ക്, ബെഡിലേക്ക് അവളെ വിളിച്ചാൽ ഉടനെ വഴിപ്പെട്ടോളണം എന്ന് മുഹമ്മദ് മുസ്തഫ. വേഗം പോയിക്കൊള്ളണം, വേഗം ചൂടടുപ്പ് കെട്ടോട്ടെ, അവിടെ പോകും.
എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അത് അല്ലാഹു ഹലാലാക്കിയതാണ്. അത്തരം ബന്ധം നടന്നാൽ ഹറാമില്ലാതെയോ? ഹലാലില്ലാതെയാൽ എന്തുണ്ടാവും? പറ മക്കളെ, ഹലാലില്ലാതെയായാൽ എല്ലാവരും നാട്ടിലെ നമ്മളെ ഇന്ത്യ രാജ്യത്തെ 140 ചില്ലാനും കോടി ജനങ്ങൾക്കും പണിയുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടാവില്ല? കള്ളന്മാരും ഉണ്ടാവില്ല. പണിയില്ലാത്തതിനനുസരിച്ച് എന്ത് കൂടും? കള്ളന്മാരോടും. എല്ലാവർക്കും പണിയുണ്ടെങ്കിലോ? എല്ലാവർക്കും പണിയുണ്ടെങ്കിൽ വൈകുന്നേരം ചങ്ങായി ആരാണ് ഈ കരിവേൽ തേച്ചാണ് കക്കാൻ പോവുക? അള്ളാഹ് നടന്ന് കടക്കട്ടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയാണ്. ഓരോ പണിക്കാരാണ് ഇരിക്കുന്നത്. സിദ്ദീഖ് നല്ല പണിക്കാരനാണ്. ഒരു പണി ഏൽപ്പിച്ചാൽ വൃത്തിയായി പണിയെടുക്കണം. 4 മണി 5 മണി വരെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇശാ മഗ്‌രിബിന് ജമാഅത്ത് കൂടലേ ഉള്ളൂ. അത് കഴിയാൻ പിന്നെ ഓർമ്മല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ എന്ത് ചെയ്യും? ഓർമ്മ. പണിയെടുത്തോനെ രാത്രി എങ്ങനെ കക്കാൻ ഇറങ്ങാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് അവൻ കക്കാൻ ഇറങ്ങിയത്? പറയടൂ, എന്താണ് കക്കാൻ ഇറങ്ങാൻ കാരണം? പണിയില്ല. പണിയില്ലാത്തവൻ കക്കാൻ ഇറങ്ങും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തുകൊണ്ടാണ് വ്യഭിചാരം നടക്കുന്നത്? ഹലാൽ നടക്കാത്തതുകൊണ്ട്. ഹലാൽ നടന്നാൽ എന്തുണ്ടാവില്ല? ഹറാമുണ്ടാവില്ല. ഹലാലില്ലെങ്കിലോ? വേഗം പറഞ്ഞോളി. ഹലാൽ നടക്കാതെ ആയാൽ എന്തുണ്ടാവും? ഹറാമുണ്ടാവും. ഉറപ്പ്. പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എന്ത് നടക്കും? അതിന് ഈ ഭൂതക്കണ്ണാടി വെച്ച് അമേരിക്കയിൽ പോയിട്ട് റിസർച്ച് ചെയ്യണ്ട. അത് ഉറപ്പല്ലേ? ഹലാല് നടന്നാൽ ഹറാമ് കുറയും. ഹലാല് നടന്നില്ലെങ്കിലോ ഹറാമ് കൂടും. എന്തിനാ വ്യഭിചാരം? ശൈത്താൻ സന്തോഷിപ്പിക്കാൻ. വ്യഭിചാരം നടക്കാതെ ശൈത്താൻ അനങ്ങാൻ കഴിയില്ല. ഞാൻ വളരെ ഗൗരവമായി ഇങ്ങോട്ട് ഈ ക്ലാസ്സിൽ നിന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്ത് രോഗമാണെങ്കിൽ രോഗിക്കോട്ടെ, ഡോക്ടറെ പോയിക്കോ. ആത്മീയ ചികിത്സാരിയുടെ അടുത്ത് പോകുമ്പോൾ 100 വട്ടം ആലോചിക്കണം. അയാൾ സ്വാലിഹാണെന്ന് ഉറപ്പ് വരുത്താതെ പോകരുത്. എന്തുകൊണ്ട്? മോശപ്പെട്ട ചികിത്സാരികൾക്ക് വ്യഭിചരിക്കാതിരിക്കാൻ കഴിയില്ല. വ്യഭിചാരമില്ലാതെ ചികിത്സിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, നമ്മളെ നാട്ടിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറപ്പ്. അവർക്ക് വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ ചികിത്സിക്കാനേ കഴിയില്ല. കാരണം അവർ കരാറുണ്ടാവും പിശാചുമായി. എന്ത് ചെയ്യും? വ്യഭിചരിക്കും. വ്യഭിചാരം എന്നത് ശക്തിയാണ്, പവറാണ്. ആർക്ക്? പിശാചിന്. വലാ തഖറബുസ്സിനാ വലാ തഖറബുസ്സിനാ. വ്യഭിചാരത്തോട് അടുക്കരുത്. മനസ്സിലായില്ലേ? വലാ തഖറബുസ്സിനാ. വ്യഭിചാരത്തോട് അടുക്കരുത്. വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തഖറബുസ്സിനാ വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ. അത് ഏറ്റവും വലിയ വൃത്തികേടാണ്. അത് ചീത്ത വഴിയാണ്. വഴി ഞാൻ ആയത്തെ തരാം വഴിനെ മനസ്സിലാക്കാൻ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. അവിടെയും സബീൽ എന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങളെ വഴി അത് ഏറ്റവും നല്ല വഴിയാണ്. അപ്പുറത്തോ വസാഅ സബീല, ആ വഴി ഏറ്റവും ചീത്തയാണ്. മുഅ്മിനീങ്ങളെ വഴിയിൽ അല്ലാഹ് ഉണ്ടാവും, ചീത്ത വഴിയിൽ അല്ലാഹ് ഉണ്ടാവും. പറയണ എന്താണ് നോക്കിയിരിക്കണേ? ഒരേ പദം ഇവിടെ ഉപയോഗിച്ച് സബീലുൽ മുഅ്മിനീൻ ഒരു ഭാഗം, വ്യഭിചാരം പറഞ്ഞു കൊടുത്ത് വസാഅ സബീല. അവിടെ സബീൽ ചീത്ത, സബീൽ വഴി. മനസ്സിലായില്ലേ? എവിടെയാണ് ആയത്ത്? തെരഞ്ഞെടുത്തേരി പെട്ടെന്ന്. പെട്ടെന്ന് എടുത്തേരി. ഏതാണ് ആയത്ത്? ഏതാണ് സൂറത്ത്? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. ആരെങ്കിലും ഏതാ സൂറത്ത്? എവിടെയാണ്? അതെ 115. അതെ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. ഏതൊരാൾ പിൻപറ്റിയോ غير سبيل المؤمنين,
മുഅ്മിനീങ്ങളെ മാർഗം അല്ലാത്തതിനെ പിൻപറ്റിയോ ഓ നരകത്തിലേക്കാണ്. അല്ലാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങളെ വഴി അല്ലാത്തത്, അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വഴിയുണ്ട്, ആ വഴിയിൽ ആരുണ്ട്? ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ഇനിപ്പുറത്ത് വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷാ വസാഅ സബീലാ. 115 മൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. 115 സൂറത്തുൻ നിസാ 115. ചിന്തിക്ക്. ഒറ്റപ്പദം 2 സ്ഥലം ഉപയോഗിച്ചു. ഒന്ന്, വ്യഭിചാരം വഴി വളരെ ചീത്തയാണ്. 2, മുഅ്മിനീങ്ങളുടെ വഴിയിൽ തന്നെ പോകണം. അപ്പൊ മുഅ്മിനീങ്ങളുടെ വഴിയിൽ ആരുണ്ടാവും? അല്ലാഹ് ഉണ്ടാവും, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടാവും, അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവും. മുഅ്മിനല്ലാത്തൊരു വഴിയിലോ അവിടെ ആരില്ല, അല്ലാഹു റസൂലും മലക്കുകളില്ല. അവിടെ അപ്പൊ ആരുണ്ടാവും? അവിടെ ആരുണ്ടാവും? ശൈത്താൻ ഉണ്ടാവും. ഉറപ്പല്ലേ? ശൈത്താൻ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ വളരെ ചിന്തിക്ക്. അപ്പൊ വ്യഭിചാരം മോശപ്പെട്ട ചീത്ത വഴിയാണ്. അപ്പൊ അവിടെ ആരുണ്ടാവും? വിവാഹം നടന്നാൽ എന്ത് കുറയും? വ്യഭിചാരം കുറയും. വിവാഹം നടക്കാന്നില്ലെങ്കിൽ ഇപ്പൊ പെണ്ണായ പെണ്ണിനൊന്നും വിവാഹം വേണ്ട. അവൾ നല്ല നടപ്പ് നടക്കുകയും ചെയ്യും. അവൾ നാള് നല്ല ഉസാറാണ്. അവളെ പറ്റി ഒരു തോന്നിയാസമില്ല. അവളെ തോന്നിയാസം എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവളുടെ വികാരം സ്വയം തീർത്താൽ പോലും അത് ഹറാമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് വിൽക്കപ്പെടുന്നൊരു വസ്തു സെക്സ് ടോയ്സ് ആണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യേണ്ടതാണ് വിറ്റുവരവ്. കോടിക്കണക്കിന് വിറ്റുവരവ് സെക്സ് ടോയ്സ്. പെണ്ണിന് അവളുടെ വികാരം ശമിപ്പിക്കുന്ന ഉപകരണങ്ങൾ, ആണിന് അവൻ്റെ വികാരം ശമിപ്പിക്കുന്ന ഉപകരണങ്ങൾ, പെണ്ണിനെ പോലെ അവൻ ഉപയോഗിക്കാവുന്ന ടോയ്സ്, അതൊക്കെ മാർക്കറ്റിൽ സുലഭമാവും. 2 കൊല്ലം കൊണ്ട് ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനി സുലഭം. ചിന്തിക്ക്. സ്വന്തം വീട്ടിലെത്തിച്ചു സെക്സ് ടോയ്സ്. അത് പരസ്യമായി റോഡ് സൈഡിൽ വെക്കും. ഇപ്പൊ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. ഈ പരസ്യ റോഡ് സൈഡിൽ വെക്കും. പരസ്യമായി സെക്സ് ടോയ്സ് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവളുടെ വികാരം അവൾ സ്വയം തീർക്കും. അതെന്താണ്? ഒരാൾ അയാളുടെ വികാരം സ്വയം തീർത്താൽ അവൻ ആരെ പോലെയാണ്? സ്വന്തം വികാരം സ്വന്തം തീർക്കുന്നവൻ ഇബ്ലീസാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹറാമിൽ പ്രയോഗിച്ചാലും ഇബ്ലീസാണ്. മനസ്സിലായില്ലേ? ഒന്നും ഉറക്കെ പറയടൂ. അവസ്ഥയോടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കണേ? അപ്പൊ അവൾക്ക് വികാരമുണ്ട്. വികാരമില്ലാതെക്കൂലല്ലോ. വികാരമുണ്ട്, പക്ഷേ വെക്കണില്ലേ? അപ്പോൾ പിന്നെ അവൾ ഈ വികാരം എങ്ങനെ ശമിപ്പിക്കും? സ്വയം ടോയ്സ് ഇട്ടാനുണ്ട്. അടുത്ത ദിവസം ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മയക്കുമരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കേട്ടപ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ചില കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവർ മിന്നൽ പരിശോധന നടത്തി. മയക്കുമരുന്ന് കിട്ടിയില്ല. ഏകദേശം കുട്ടികളുടെ ബാഗുകളിൽ നിന്ന് സെക്സ് ടോയ്സ് കിട്ടി. ഇതിനോട് ഈ മാസം ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരിയിൽ ഒരാൾ പറഞ്ഞു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഹറാം. ഈ കുട്ടികൾക്ക് എന്താ ആവശ്യമില്ല? എന്ത് ആവശ്യമില്ല? ഭർത്താവിന് ആവശ്യമില്ല. അപ്പൊ കാലം ആരെ കയ്യിൽ? ശൈത്താന്റെ കയ്യിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇനിയിപ്പോ പെണ്ണുങ്ങളെ കൊണ്ട് പോകേണ്ടി വരില്ല. ഒരു യാത്ര പോകുമ്പോൾ അവന്റെ പെണ്ണും അവന്റെ പെട്ടിയിലുണ്ടാവും, സൂട്ട് കേസിൽ. അതിലൊന്ന് കാറ്റ് നിറച്ചാൽ മതിയാവും. പെണ്ണിനെ പോലെ ഉപയോഗിക്കുക. ഇഷ്ടം പോലെ സുലഭമായിട്ട് മാർക്കറ്റ് കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നഊദു ബില്ലാഹ് എന്ന് പറയണ്ടു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചെലവിന് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇടക്കിടക്കൊന്ന് വർക്ക്ഷോപ്പ് കയറ്റിയാണോ ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കിയാൽ മതിയാവും. ഒന്നും വേണ്ട, ചെലവിനില്ല. ഓള് കേസ് കൊടുക്കൂല. പെണ്ണുങ്ങൾ കേസ് കൊടുത്ത് കുടുങ്ങിയോൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് റോയിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് കുടുങ്ങിയോല് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ കേസ് കൊണ്ടേയിരിക്കും ഇവിടെ വരുന്നേ തന്നെ. എങ്ങനെയെങ്കിലും ഒന്ന് വേറെ ഓളെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിലും വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇവിടെ ഉണ്ട്, ബാക്കിലല്ല ഫ്രണ്ടിലുണ്ട്. പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് കുടുങ്ങിയോല് ഇവിടെ ഉണ്ട്. അപ്പൊ അതൊന്നും സെക്സ് ടോയ്സിനെ കൊണ്ട് നടക്കുമ്പോൾ ഉണ്ടാവില്ല.
വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് ശൈത്താൻ വരില്ല, അപ്പം ഇജ്ജ് ശൈത്താനായിരിക്കും. നട്ടപ്പാതിരക്ക് വാന ഫിസ്വല, ഞാൻ നിസ്കരിക്കാണ് രാത്രി എണീറ്റിട്ട്. അപ്പോൾ അതാനി ഇഫ്രീത്തു മിനൽ ജിന്നി, ഇഫ്രീത്ത് ജിന്ന് എൻ്റെ അടുത്തേക്ക് വന്നു ബിശുഅലത്തിൻ മിൻ നാരിൻ, ഒരു തീജ്വാലയും കൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി. ഫഅംകനനി റബ്ബി, അപ്പോൾ അല്ലാഹ് എനിക്കൊരു സൗകര്യപ്പെടുത്തി തന്നു. ഫലൗലാ ദഅവതു അഖീ സുലൈമാൻ ലഅല്ലഖ്തുഹു ഫീ സാരിയത്തി മിൻ സിവാരിൽ മസ്ജിദി, എന്റെ സുലൈമാന്റെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ അലൈഹിസ്സലാം ഞാൻ ഈ തൂങ്കാലി ഓനെ പിടിച്ചു കെട്ടും. ഹത്താ യൽഅബ ബിഹി സുബിയാനുൽ മദീന, മദീനയിലെ കുട്ടികൾക്ക് ഇവന്റെ വാല് പിടിച്ച് കളിക്കപ്പിറ്റേന്ന് ഞാൻ ഓനെ തൂങ്കാലി കെട്ടിയിരുന്നു. ആരാരും എൻ്റെ അടുത്തേക്ക് വന്നടാ, എന്തുകൊണ്ട് വന്നു പറേ? ഞാൻ നിസ്കാരത്തിലാണ്, അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് തീജ്വാലയും കൊണ്ട്. എന്നിട്ട് ഇപ്പൊ ഇജ്ജ് പറയാണ്, എന്താ പറയണത്? എൻ്റെ അടുത്തേക്ക് ചെയ്ത്താൻ വരൂല. വരൂല, കാരണം ഇജ്ജ് ആരാണ്? ചെയ്ത്താനാണ്, പിന്നെ വരൂ. മുത്തുനബിന്റെ അടുത്തേക്ക് ചെയ്ത്താൻ വന്നു എന്ന് ഹദീത്ത് നിറഞ്ഞിറക്കുക. എൻ്റെ റബ്ബിനിക്ക് സൗകര്യം ചെയ്ത് തന്നോണ്ട്, ഇല്ലെങ്കിൽ ഒന്നെ ശരിയാവും. ഞാനൊരൊറ്റപ്പെടുത്തതിന് ഇവിടെ കിട്ടും. പിന്നെ എന്തേ സുലൈമാൻ പറഞ്ഞിട്ടുണ്ട്, വർഷാനെ എനിക്കും ആണല്ലോ ഒരു പ്രത്യേകത, ചൈത്തമാരെ പിടിച്ച് തൂങ്കാലിൽ കെട്ടിൽ എൻ്റെ പ്രത്യേകതയാണ്. അത് എനിക്ക് ആ കഴിവില്ലായിട്ടല്ല, പിന്നെ എന്തേ ഞാൻ കിട്ടിയില്ലെങ്കിൽ സുലൈമാനെ പിന്നെ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ പണിയെടുത്തല്ലോ, അത് വേണ്ടില്ലായിരുന്നു എന്ന് മാസരി എന്ന് പറയണ്ട. ദഅവത്തു അഖീ സുലൈമാൻ, എൻ്റെ സഹോദരൻ സുലൈമാൻ്റെ ദുആ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിട്ടീന് അവനെ പിടിച്ചിട്ട്. ഇന്ന് ഹബീബ റസൂൽ, അതും ശൈത്താന്റെ കൂട്ടിക്ക് നബി പോയതല്ല, മദീന പള്ളിക്ക് വരികയാണ്. ആര്? ശൈത്താന്. എന്തും കൊണ്ടാ വരുന്നത്? ശുഅലത്തും മിന്നാർ, തീജ്വാലയും കൊണ്ട്. ആരെ കുത്താന്? പറയടാ, ആരെ കുത്താന്? ആലിങ്ങനെ ആവറാൻകുട്ടീനല്ല പറ. ആലിങ്ങനെ ആവറാൻകുട്ടി എന്താ പറയണേ? എൻ്റെ അടുത്തേക്ക് ശൈത്താൻ വരില്ല, എൻ്റെ അടുത്ത് വരൂല. എന്തുകൊണ്ട്? ശൈത്താനടങ്ങായി പിന്നെ വരൂ. മുത്ത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ ആ നബിയെ പറഞ്ഞേ, ഒന്ന് കണ്ണ് തെറ്റിയ ഒന്നെ കൊല്ലും, അക്കൊലത്തിലും വന്നു. പക്ഷേ ഓനെനിക്ക് തേയിൽ ഏറെ പോരാ. ഞാൻ സുലൈമാന്റെ ദ്വാരത്തില്ലായിരുന്നെങ്കിൽ ഓനെ ഇവിടെ കിട്ടും. ഓനെപ്പഴത്തിന് പറഞ്ഞു തിരിഞ്ഞൊക്കെ ഓമണ്ടി ഓനെ ചെയ്യിൽ കളിയ ഓനെ പിടിച്ച് കെട്ടിയിരുന്നു. പക്ഷെ അവിടെയല്ല കണക്കുള്ള. എന്തുമല്ല കണക്കുള്ളത്? പറയാ, ആരെ കൊല്ലാൻ വന്നു, ആരക്രമിക്കാൻ വന്നു? പറേ, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആക്രമിക്കാനോ വന്നില്ലേ? പോനാരാ? അപ്പൊ എന്നെ ആക്രമിക്കാൻ വരില്ല എന്നോ വിചാരിച്ചാൽ ഓൻ ശൈത്താൻ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഏത് പെണ്ണും ഏതാണും ശൈത്താൻ കൂടെ ഉണ്ടാവും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിനാണ് എന്ത് ദിക്റിനതായിമാക്കേണ്ടത്. ദിക്റ് കൽബിൽ നിറയെ ആരുണ്ടാകുക? അല്ലാഹ്. ഇല്ലെങ്കിൽ ഓൻ തട്ടും. നന്മയും തിന്മയിരിക്കും ഓ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നന്മ അങ്ങനെ ചെയ്യും. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ. വഹും യഹ്സബൂന, അവരോ വിചാരിക്കുന്നത്, അന്നഹും യഹ്സബൂന അവർ യുഹ്സിനൂന സുന്നഅ കർമ്മത്തെ ഏറ്റവും ഭംഗിയാക്കണവരാണ്. അതായത് പരമാവധി ഇഖ്ലാസിൽ ചെയ്യുന്നവരാണെന്നാണ്. വഹും യഅമലൂന സുന്നഅ എന്നല്ല, വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന, അവർ നന്നാക്കാണ് കർമ്മത്തെ. അപ്പൊ അവരെ വിചാരത്തിൽ അവരെ ഏറ്റവും നല്ല പറടാ മുഖ്ലിസീങ്ങളാണ് അവര്. ഇപ്പൊ ഇന്നലെ രാത്രി നീ ചെല്ലിയ ദിക്റ് സ്വീകരിച്ചോ അല്ലേന്ന് എനക്ക് ഉറപ്പില്ല. നിസ്കരിച്ചോ? അച്ഛാ ഇവരങ്ങനെയല്ല. പരമാവധി നമ്മൾ വൃത്തിയായി അത് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് പരമാവധി നന്മ അവർ ഉലായിക്കല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം ലിഖാഇഹി വഹബിതത് അഅമാലുഹും, അവരെ അമലുകൾ മനസ്സിലായില്ലേ? അമലുകൾ പൊളിഞ്ഞുപോയി. എവിടെ? ദുനിയാവ് തന്നെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ വളരെ 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 തല്ല കൊടുത്ത് ചിന്തിക്കണം. അൽ കഹ്ഫ് 103, 104 ആയത്തുകൾ ഞാൻ അവസാനിപ്പിക്കാം. ചിന്തിക്കുക.
പിശാചിൻ്റെ വഴി മജ്റ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ കഴിവുള്ളവർ ഇല്ലാതെയും വന്നാൽ നമ്മളിൽ ഒതുങ്ങണം. കുറേ കർമ്മം ചെയ്യല്ല, ആ കർമ്മത്തെ ശരിയാക്കാൻ ശ്രമിക്കണം. അവിടെ നമുക്കൊറ്റക്ക് കഴിയൂല. അപ്പോൾ കഴിയുന്നവരെ തേടണം, അവരെയും കൂട്ടണം. നമുക്കൊറ്റക്ക് അവിടെ കഴിയില്ല. മുഖ്ലിസീങ്ങളെ കൂട്ടത്തിൽ കൂടണം. ചിന്തിക്ക്, പിശാച് മനുഷ്യനെ അങ്ങോട്ട് കയറും, അവിടെയും കയറും. എന്നഹും മിൻ ബൈനിയദിഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. നന്ദി ചെയ്യാൻ സമ്മതിക്കൂല. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസിൻ്റെ ഒരു പ്രത്യേക കാലമായത്. കാരണം നബിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോയി. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ കാലം നബിയിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോയി. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണി എടുക്കാൻ പറ്റിയ കാലം. ഒന്ന്, കാലം ഇവിടെ അവസാനിക്കുവാണ്. ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിടുത്തം കിട്ടൂല. ചിന്തിക്ക്. وهم يحسبون أنهم يحسنون صنعا. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് മനസ്സിലാക്കണം? അങ്ങനത്തെ കാലമാണ്. അങ്ങനത്തെ കാലം ഭയാനകമായ കാലം. പിശാചിൻ്റെ വായിന്ന് രക്ഷപ്പെടണം. ഭയങ്കരമാണ് ഈ കാലം എന്ന് പറഞ്ഞാൽ. അതൊരു വല്ലാത്ത കാലമാണ്. എൻ്റെ മകൾ എന്നോട് പറയാം, അവൾ നല്ല പെണ്ണാണ്, അവൾ 10ാം ക്ലാസ് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, അവൾ 5 വക്ത് നിസ്കരിക്കണമുണ്ട്, അവൾ ഖുർആൻ ഓതുന്നുണ്ട്. ഈ കാണുന്നുണ്ടോ അവൾ ഖുർആൻ ഓതുന്നത്? ഓഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. അവളെന്താ പറയണത്? കെട്ടിക്കണ്ടപ്പച്ചേ 5 വക്ത് നിസ്കാരം നമ്മൾ നിസ്കരിച്ച് പോകുമ്പോറ്റ് നമ്മളെ അവൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. അപ്പം എനക്കും പറയാൻ തോന്നുകയാണ്, എന്ത് അങ്ങ് മതി മോളെ, മതി. അത് പറയാൻ എനക്കും തോന്നുന്നതാണ്. എൻ്റെ കുട്ടിക്ക് കല്യാണം വേണമെങ്കിൽ വേണ്ട. ഇപ്പം ഇവളെ ആർക്കാ വിട്ടുകൊടുത്ത്? ശൈത്താന്. ഗർഭം ധരിച്ചാൽ ഗർഭത്തിൻ്റെ പ്രതിഫലം എത്ര? പ്രസവിച്ച പ്രതിഫലം എത്ര? ഷഹീദിൻ്റെ പ്രതിഫലമാണ് ആർക്ക്? പ്രസവിച്ചോൾക്ക്. ഒരു തുള്ളി മുലപ്പാലിൻ്റെ വില എത്ര? ഷഹീദ് യുദ്ധക്കളത്തിൽ ഷഹീദ് സമർപ്പിക്കുന്ന രക്തത്തുള്ളിയുടെ വിലയാണ് എന്തിൻ്റെ വില? ഒരു തുള്ളി മുലപ്പാലിൻ്റെ വില. അതാണ് വില. അപ്പോൾ അവൾ ഭർത്താവിനെ ഹലാലായ നിലക്ക് വഴിപ്പെട്ട് കൊടുക്കുക. ആ വഴിപ്പെട്ട് കൊടുക്കുന്ന പ്രതിഫലം എത്ര? ചിന്തിക്ക്. വളരെ വളരെ ചിന്തിക്ക്. മനുഷ്യൻ നന്മ ഉണ്ടാവില്ല, തിന്മ ഉണ്ടാവും. 60% വ്യഭിചാരത്തിൻ്റെ മക്കളുള്ള രാജ്യങ്ങൾ ലോകത്തുണ്ട്. വെഡ്ലോക്കിന് പുറത്താണ് കുട്ടികൾ ഉണ്ടായത്. ചിന്തിക്ക്. 80, 90 ലോകത്ത് എത്രയോ വ്യഭിചാര സന്താനങ്ങളായ ഭരണാധികാരികളുണ്ട്. എത്ര പേര് ഞാൻ പറയില്ല. വ്യഭിചാര സന്താനങ്ങൾ. വ്യഭിചാരത്തിന് പ്രധാനമന്ത്രി ആരാ? ജാരസന്താനം. അത് പ്രശ്നമില്ല. എന്തുകൊണ്ട്? ഭൂരിപക്ഷ ജനങ്ങളും ജാരസന്താനം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ എന്തില്ല? അവിടെ കല്യാണമില്ല. അപ്പൊ കല്യാണം ചെറിയ സദ്യ, അത് പിശാചിനെ തടഞ്ഞു വെക്കുന്ന സാധനമാണ്. വളരെ ചിന്തിക്കണം. അതില്ലാതാവും, പിശാചിനെ കയറി വരും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആണെന്ത് ചെയ്യും? നിർബന്ധാവസ്ഥയിലാവും. വ്യഭിചരിക്കാൻ. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സറിഞ്ഞാമീൻ പറയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തേ കാര്യം ശൈത്താന്റെ കയ്യിലാണ്. ഈ ശൈലി ആരെ കൊണ്ടുവന്നത്? യൂറോപ്പ്. ഈ ശൈലി ആരുടേതാ? യൂറോപ്പിൻ്റെത്. കല്യാണം വേണ്ട, വിവാഹം വേണ്ട. ഈ ശൈലി ആരെ കൊണ്ടുവന്നത്? യൂറോപ്പ്. നമ്മളെ പഠിപ്പിക്കണ ആരാ? യൂറോപ്പ്. നമ്മുടെ സിലബസ് എവിടെ നിന്ന് വന്നാ? യൂറോപ്പ്. നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്രം എന്ന് വന്നാ യൂറോപ്പ്. നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി ആരുടെ? യൂറോപ്പ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആരുടേതാ? യൂറോപ്പ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴികൾ 1930-40കളിൽ യൂറോപ്പിലെ പ്രത്യേകമായ ലാബുകളിൽ ദി ചിക്കൻ ഓഫ് ഫ്യൂച്ചർ എന്ന പേരിൽ വിരിയിച്ചെടുത്തതാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴി. ആ കോഴി യഥാർത്ഥ കോഴിയല്ല. അതിലെന്തൊക്കെയോ സാധനങ്ങളുണ്ട്.
അതായത് പടച്ച കോഴിയല്ല ഇത് ലാബിൽ അതായത് പടച്ചവൻ നേച്ചുറലായി പടച്ച കോഴിയല്ല. അതിൻ്റെ അർത്ഥം ഇന്നത്തെ കോഴിനെ പടച്ചവൻ പടച്ചല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് നേച്ചുറലായി പടച്ചതമ്പുരാൻ പടച്ച കോഴിയല്ല ഇത് സിസ്റ്റം വേറെയാണ്. 1930-40കളിൽ യൂറോപ്പിലെ ചില ലാബുകളിൽ വികസിപ്പിച്ചെടുത്ത കോഴിയാണ്. ആ കോഴിയുടെ വികസനത്തിന് വേണ്ടി ശാസ്ത്രജ്ഞന്മാർക്ക് സർക്കാരുകൾ വലിയ പണം കൊടുത്തു. ദി ചിക്കൻ ഓഫ് എ ഫ്യൂച്ചർ എന്ന പേരിൽ അത് വന്നു. 1940കളിൽ പുറത്തു വന്നു. 1970കൾക്ക് ശേഷം അത് ഇന്ത്യയിലേക്ക് വന്നു. 1980കൾക്ക് ശേഷം അത് കേരളത്തിൽ സാർവത്രികമായി. ഇന്ന് നാച്ചുറൽ ചിക്കൻ എന്ന സാധനം ഇല്ല. നാച്ചുറൽ ചിക്കൻ ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് യൂറോപ്പിൻ്റെ ചിക്കനാണ്. യൂറോപ്പോ പിശാചിനെ അടയിരുത്തി കൊണ്ടിറക്കുന്നതാണ്. ദജ്ജാൽ പിശാചിന് യൂറോപ്പിൻ്റെ കയ്യിലാണ്. എവിടെയാണ് ദജ്ജാൽ? യൂറോപ്പിൻ്റെ കയ്യിലുണ്ട്. എവിടെയാണ്? അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്തേക്കും എനിക്ക് പറയാനറിയില്ല. ഞാൻ പറയില്ല, ഇപ്പം പറയില്ല. ദജ്ജാൽ എവിടെയാണ്? യൂറോപ്പിൻ്റെ കയ്യിലുണ്ട്. ചിന്തിക്ക്, അവരുടേതാ ചിക്കൻ. ആ ചിക്കൻ കഴിക്കുന്നവർക്ക് അതിൻ്റെ സ്വഭാവം ഉണ്ടാവും. അതല്ലാതെ കഴിക്കാല്ലേ. അപ്പോൾ വികാരം കൂടും. പക്ഷെ ആര് വേണ്ട? ഭർത്താവിന് വേണ്ട. ചിന്തിക്ക് 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 ചിന്തിക്ക്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്ക്. അപ്പം നിങ്ങൾ 100 വട്ടം എന്ന് ആലോചിക്കണം. നമ്മളിപ്പോൾ നല്ലവരായി ജീവിക്കുക. ഇപ്പം നമുക്ക് റമദാനും കൂടി വന്നാൽ ഇനി നമ്മൾ നന്നാണിന് കണക്കില്ല. ഇപ്പം തന്നെ നമ്മൾ ആരാണ് പറ? റമദാനൊന്നും ഇക്കൊല്ലം റമദാൻ ഇല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? ഇപ്പം തന്നെ നമ്മൾ നല്ലവരാണ്. ഇക്കൊല്ലം ജിബിരിയിൽ വന്നാണ് പറഞ്ഞു ഇക്കൊല്ലം റമദാൻ ഇല്ലട്ടോ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. കാരണം ആൾറെഡി ഇപ്പം തന്നെ നമ്മൾ ആരാണ്? നല്ലവരാണ്. ഇനി റമദാനും കൂടിയാണ് വന്നു കഴിഞ്ഞാൽ പഞ്ചാരക്കുണ്ണമേൽ തേന്മയ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ആൾറെഡി തന്നെ നമ്മൾ ആരാണ്? പറയടാ, നല്ലവരാണ്. ഇനി റമദാനും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു റക്അത്തിന് ചുരുങ്ങിയൊരു 10 കൂലി. അപ്പൊ റമദാനിൽ മാത്രം തറാവീ മാത്രം 600 × 10 എത്ര? പറയടാ കുട്ടി, ബേസ്മെന്റിൽ തന്നെ എത്രയായി? 6000 റക്അത്തിന്റെ കൂലിയല്ലേ? പിന്നെ സുന്നത്തിന് ഫർളിന്റെ കൂലിയല്ലേ? അപ്പൊ 6000 ഫർളിന്റെ റക്അത്തിന്റെ കൂലിയായി. എന്തിന് മാത്രം? തറാവീ. ചോനെ, മുത്തുനബിന്റെ കാലത്തിന് എങ്ങനെ തറാവീയില്ല? മുത്തുനബിന്റെ കാലത്തിന് എങ്ങനെ തറാവീയില്ല? എൻ്റെ കുട്ടിക്കാലത്ത് തീരല്ല. എൻ്റെ കുട്ടിക്കാലത്തിന് 4 ആള് ഇശാ ജമാഅത്തിന് ആളുണ്ട്. ഇത് സത്യല്ലേ ഇബ്രാഹിം? നമ്മളിത് കണ്ടവരല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് മഗ്രിബ് ഇശാ ജമാഅത്ത് കഴിഞ്ഞാൽ 90% എന്താ പോണെങ്കിലും ഒരു മൊല്ലാക്കി 4 ആളും അവിടെ നിന്ന് തറാവീസ്കരിക്കും. എന്റെ നേരം വെളുത്തവർക്ക് പണിക്കോണം. നമ്മൾ തറാവീസ്കരിക്കും. എന്തുകൊണ്ട്? തറാവി കഴിഞ്ഞാൽ കുലുക്കി സർബത്ത് തറാവിക്ക് ശേഷമുള്ള വിഭവങ്ങൾ ഇതിന് ഈ അങ്ങാടിയിലെല്ലാം ഉണ്ടാവും. ആണും പെണ്ണും ഇറങ്ങാണ്. എന്തിന്? അത് തിന്നാനും കുടിക്കാനും. അതിനോട് രാത്രി 2 മണി വരെ അത് തിന്നും കുടിച്ച് ഇതിനടുത്തിറങ്ങും. ഇത് അങ്ങനെ തന്നെയാണോ? അല്ല, നിങ്ങൾ പറയും. മറ്റൊരു തറാവീസ്കരിക്കൂല. എന്തുകൊണ്ട്? നേരം വെളുത്താല് പാടത്ത് നടാനുണ്ട്, ആറൊരുക്കണം, കൊയ്യണം, പണി എത്രയാണ്. അപ്പോൾ അവർക്ക് ഇശാ ജമാഅത്ത് തന്നെ അൽഹംദുലില്ലാ ഇശാ ജമാഅത്ത് കഴിഞ്ഞാൽ പോയി കടന്നുറങ്ങും. മൊല്ലാക്കി 4 ആളും തറാവീസ്കരിക്കും. ഓർക്ക് പണിയില്ല. മൊല്ലാക്കാക്ക് ഇതല്ലാത്ത വേറെ പണിയില്ലാത്തോണ്ട് മൊല്ലാക്ക പറയടാ. അന്നും പണിയില്ലാത്തോലാണ് എന്ത് സ്കരിക്ക? പറയടാ. മൊല്ലാക്കാക്ക് പണിയില്ല, മൊല്ലാക്ക തറാവീസ്കരിക്കും. നാട്ടുകാർക്കൊക്കെ പണിയാണ്. ഇപ്പൊ നമ്മക്കാർക്കും പണിയില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ഉണ്ടാവും? എല്ലാം തറാവി തന്നെ. തറാവി മോശം നീ പറഞ്ഞു മായനല്ല. ഞാൻ തറാവിയാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കും വേണ്ട. ഇജ് മൂമിനായി ജീവിക്കല വേണ്ട. കെട്ടേണ്ട സമയത്ത് കിട്ടുക, കെട്ടിക്കേണ്ട സമയത്ത് കെട്ടിക്കുക, ഹലാലായ ഭക്ഷണം കഴിക്കുക, മുമിനായി ജീവിക്കുക, 5 വക്ത് നിസ്കരിക്കുക, നിങ്ങൾ അല്ലാഹുവിൽ റസൂലിൽ വിശ്വസിക്കുക, അതിനപ്പുറം ഒന്നും ചെയ്യാതിരിക്കുക, കിടന്നുറങ്ങുക, മരിക്കുക. ഇതാണ് വേണ്ടത്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. വളരെ വലിയ ബാബാണ്. ശൈത്താൻ കയറും. അവർ കർമ്മം ഏറ്റവും നല്ലതാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അവരുടെ നന്മകളെ ഞാൻ തൂക്കുക പോലുമില്ല. തൂക്കി നോക്കട്ടെ, ചിലപ്പോ കുറവാവും. അങ്ങനെയാണോ? അല്ല. മീസാന്റെ അടുത്തേക്ക് അവരുടെ നന്മകളെ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഒരാൾ നന്മ മീസാനിലേക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അൽഹംദുലില്ലാഹ്. ഇജും ഞാനും ഷാവുലും മൂന്നാളും സാധനം വിൽക്കാൻ വേണ്ടി എൻ്റെ ഒരു സീറ്റും കൊണ്ട്, റബ്ബർ സീറ്റും കൊണ്ട് പീടിയിൽ പോയി. അപ്പോൾ എൻ്റെ സീറ്റ് കണ്ട മാറ്റിയേക്ക്, ഷാവുലിനെ മാറ്റിയേക്ക്, എന്നെ കയറ്റിക്കോളി. അപ്പൊ ഞാൻ ആദ്യം എന്താ പറയും, എത്ര കിലോ 50 ഉണ്ടായാലും 100 ഉണ്ടായാലും എത്ര എന്തായാലും അൽഹംദുലില്ലാഹ് റാട്ടമ കേറ്റാൻ പറഞ്ഞല്ലോ, അതന്നെ അൽഹംദുലില്ലാഹ്. മറ്റത് അവരുടെ നന്മകൾ എന്ന് അവർ വിചാരിച്ച സാധനങ്ങളെ അല്ലാഹു മഹ്ശറയിൽ തൂക്കന്നല്ലടങ്ങായി, തൂക്കന്നല്ല. അപ്പോൾ എല്ലാ നന്മയും തൂക്കൂല. തൂക്കണ നന്മയുണ്ട്, തൂക്കാത്ത നന്മയുണ്ട്. ആ തൂക്കാത്ത നന്മയുടെ അവന്റെ വിചാരത്തിൽ നന്മ, എന്നാൽ ഹഖീഖത്തിൽ അത് തിന്മ. എവിടെ കുഴപ്പം? വിചാരത്തിൽ. അവരുടെ വിചാരത്തിൽ തിന്മ, വിചാരത്തിലെ തിന്മ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും. അവിടെ വിചാരം നന്നായാൽ സ്വീകരിക്കും. അവൻ അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യനാവൂല, പക്ഷെ സ്വീകാര്യനാവും. പൊന്തിച്ചു ഉത്തർന്ന് കരയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കയറി വന്നു. എന്താണ് ചോദിച്ചു? എന്തിന് അതഖ്ശ അലാ ബനാതികൽ ഫഖറ? എന്താ ഇബ്നു മസ്ഊദ് നിങ്ങൾ കരയുന്നത്? കുറച്ച് പെൺകുട്ടികളാണോ ബാക്കിയുള്ളത്? അവർക്ക് എന്തെങ്കിലും പറ്റുമോ? നിങ്ങൾ മരിച്ചു പോയാൽ എന്ന് വിചാരിച്ചിട്ടാണോ? എന്തിനാ നിങ്ങൾ കരയുന്നത്? ഖലീഫയാണെന്ന് ഉസ്മാൻ. ഖലീഫ കയറി വന്നു ആരെ വീട്ടിലേക്ക്? സയ്യിദുന ഇബ്നു മസ്ഊദ്. പറയടാ, ആരെ വീട്ടിലേക്ക് കയറി വന്നു? മറക്കരുത്. ആരെ വീട്ടിലേക്ക്? സയ്യിദുന ഇബ്നു മസ്ഊദ് തങ്ങളുടെ. ആരാണവര്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആനി വസ്വാഹിബു നഹ്യ അലൈഹി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വയ്ക്കലിനേക്കാൾ വലിയ നന്മണ്ട. സ്വാഹിബുന അലൈഹി റസൂലില്ലാഹ്, മുസ്തഫ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വയ്ച്ചിരുന്ന ആളാണ് ആര്? സയ്യിദുനാ ഇബ്നു മസ്ഊദ്. എന്ന് മാത്രമല്ല, അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ സ്വഹാബി ഇബ്നു മസ്ഊദ. അവർ കരയാ, പരികുത്തന് മരിക്കാനായിട്ടുണ്ട്, രോഗം കലശല, മരിക്കുമെന്ന് വിചാരിക്കപ്പെടുന്ന സമയം. അപ്പോഴാണ് ഖലീഫ കയറി വന്നത്. എന്തിനാ തബ്കി? അതഖ്ശ അലാ ബനാതികൽ ഫഖറ? നിങ്ങളെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരുമെന്ന് ഓർത്തിട്ടാണോ? ഇല്ല. لأني أمرتهن أن يقرأن كل ليلة سورة الواقعة لأني سمعت من رسول الله صلى الله عليه وسلم من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. الواقعة ഓടുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. എല്ലാ രാത്രിയിലും അൽവാഖിയ ഓടുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ പെൺകുട്ടികളോട് എല്ലാ രാത്രിയിലും വാക്യ ഓടാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഞാൻ മരിച്ചാലും ദാരിദ്ര്യം ഉണ്ടാവൂല. പിന്നെന്തേ? ദോഷം ആലോചിച്ച് കാര്യമാണ് ഞാൻ. എന്റെ ദോഷം. മറ്റൊരു യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന. മോശപ്പെട്ട വിചാരം ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തൊക്കെ നന്മയാണ്, നല്ല വിചാരം ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തൊക്കെ തിന്മയാണ്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ഒരു സ്കെയിലപ്പ് ഞാൻ ഈ തന്നത്. നമ്മളൊക്കെ വിചാരത്തിൽ നമ്മൾ ചെയ്യണമൊക്കെ നന്മയാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. എന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തിനാ നിങ്ങൾ കാര്യമാണ്? ദുനൂബി, എൻ്റെ ദോഷം. ബാക്കി അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. കലപ്പാഠം. ഇത് റമളാൻ വന്നാൽ ഞാൻ ഒന്ന് നിർത്തിയേക്കും. ചിലപ്പോൾ റമളാൻ കഴിഞ്ഞാൽ ബാക്കി പറയും.
റമദാനിന് മുമ്പ് ഇത് തീരൂല. കാര്യം വിഷയമാണിത്. ശൈത്താൻ മനുഷ്യരിൽ പ്രവേശിക്കുന്ന വഴികൾ റമദാനിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ കൂടി പറയും. പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ്. ഇനി റമദാനിന് മുമ്പ് എത്ര ക്ലാസ് ഉണ്ട്? റമദാനിന് മുമ്പ് എത്ര ക്ലാസ് ഉണ്ട്? എത്ര വെള്ളിയാഴ്ച ഉണ്ട് റമദാനിന് മുമ്പ്? ഇന്നിപ്പോൾ എത്രയായി? ഷാബാൻ എത്ര? 18 ഒരു വെള്ളിയാഴ്ച ഉറപ്പ്. ഒരു വെള്ളിയാഴ്ച അല്ലേ? ഒരു വെള്ളിയാഴ്ച തീരൂല, വിഷയം തീരൂല. റമദാൻ നിങ്ങൾ വേറെ വിഷയങ്ങൾ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റമദാൻ കഴിഞ്ഞാൽ പിന്നെയും പറയേണ്ടി വരും. ഭയങ്കര വിഷയമാണ്. നമ്മളെ ചിന്തയിൽ നമ്മൾ നല്ലവരാകുക. ഭയങ്കര. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാലത്തെ തിരിച്ചറിയൂ. കാലം ദുഹാനിൻ്റെ കാലമാണ്. ദുഹാനാണ് എവിടെയും ദുഹാനാണ്. ദുഹാനെല്ലാം തെറ്റിദ്ധരിക്കരുത്. എവിടെയും ദുഹാനാണ്. അല്ലാഹു എന്നെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. ദുഹാനെ ഭയപ്പെടുക. എവിടെയും ദുഹാനാണ് തന്നെ. എന്താണ് ദുഹാൻ? ദ റൈസ് ഓഫ് വെസ്റ്റേണിസം. ഇതാണ് ദുഹാൻ. അതിന് ജനങ്ങൾക്കൊരു പ്രശ്നമില്ലാതിരിക്കുക. യൂറോപ്പ് എന്ത് ചെയ്താലും പ്രശ്നമില്ല. എന്തിനും പ്രശ്നമില്ല. മനുഷ്യരാശിയെ ചോരമരവിക്കുന്ന തിന്മകൾ യൂറോപ്പ് ചെയ്തതായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാലും പ്രശ്നമില്ല. ഒന്നും ജനങ്ങൾക്ക് പ്രശ്നമില്ല. ജനം പിന്നെയും അവർ തന്നെ എത്തിപ്പായി. അവർ ഉടുപ്പിൻ്റെ മാളത്തിൽ കയറിയാലും നിങ്ങൾ കയറും. അവർ ഉടുപ്പിൻ്റെ മാളത്തിൽ കയറിയാലും നിങ്ങൾ കയറും എന്ന് മുഹമ്മദ് മുസ്തഫ. അതാണ് ഈ കാലം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.